അപ്പോൾ അങ്ങനെ ഓണം എത്തി. അപ്പോൾ ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഉടനെ ഈ ഓണത്തിൻ്റെ വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്നപ്പോഴേക്കും ഒരുമാതിരി ഒരു ബസ് സ്റ്റാൻഡ് അമ്മണിയുടെ ലുക്ക് ഉണ്ടെങ്കിലും നമുക്ക് ഓണത്തിന് എന്തൊക്കെയെന്ന് പർച്ചേസസ് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഞാൻ അങ്ങനെ പോയിട്ടില്ല. കാരണം ഇവിടെയൊക്കെ ഉണ്ട്, കേരളത്തിൽ ഒരുപാട് കേരളത്തിനെ ബേസ് ചെയ്തിട്ട് കേരളത്തിൻ്റെ ഐറ്റംസ് എല്ലാം കിട്ടുന്ന മലയാളികളുടെ കടകളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളത് പോയില്ല, എനിക്ക് പോകാൻ സമയം കിട്ടില്ല. കാരണം ഞാൻ വീടെത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 6 മണിയായി, വൈകുന്നേരം 6 മണിയായി. അപ്പോൾ പിന്നെ അതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ സെപ്റ്റോയിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഓണത്തിൻ്റെ സമയമായി, ഇപ്പോൾ ഓണത്തിൻ്റെ നാളെ തിരുവോണമാണ്. അപ്പോൾ എല്ലാവരും പർച്ചേസൊക്കെ കഴിഞ്ഞ് എല്ലാം ഇന്ന് ഉത്രാടപ്പാച്ചിലൊക്കെ ആയിരുന്നിരിക്കും. അപ്പോൾ അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ വൈബ് എന്ന് പറയുമ്പോൾ അതൊരു കുറച്ച് വ്യത്യാസമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ അത്ര വൈബ് ഇല്ല എന്നല്ല, പക്ഷേ നമ്മുടെ നാട്ടിലെ ആ ഒരു ഫീല് കിട്ടത്തില്ല. കാരണം നമ്മുടെ ഓണക്കളികളും അതൊക്കെ നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഉള്ളത് കൊണ്ട് തട്ടിക്കുട്ടി നമുക്കൊരു ഓണം ഉണ്ടാക്കാം. അപ്പോൾ പർച്ചേസ് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ, സെപ്റ്റോയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ അവിയൽ മിക്സും സാമ്പാർ മിക്സും ഒക്കെ കിട്ടും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഒരു ലിസ്റ്റ് എഴുതി, അങ്ങനെ ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്തു. പക്ഷേ പേപ്പറിലൊന്നും എഴുതേണ്ടി വന്നില്ല, ഓരോന്നായിട്ട് ഓർഡർ ചെയ്തിട്ട് വെച്ചേക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഞങ്ങളിവിടെ ഞാനും സുബിച്ചനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ അങ്ങനെ ഒരു ഓണം ആഘോഷിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചു. അപ്പോൾ അതിലൊരാൾക്ക് നാട്ടിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല, അപ്പോൾ അയാൾ വരും. അത് ഞങ്ങൾ അങ്ങനെ നാളെ പുള്ളിക്കാരനും ഒക്കെ വന്നിട്ട് നമ്മൾ ഒന്നിച്ചാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ ഭയങ്കര ത്രില്ലിലാണ്. കാരണം സാധനങ്ങളൊക്കെ ഞാനൊരു 3 ദിവസത്തെ ലീവൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ലീവൊക്കെ കൊണ്ടിട്ട് ഈ ഓണവും അതിന് ശേഷമുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് കൂടാം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും എന്തൊക്കെ ഓണാഘോഷങ്ങളൊക്കെ എത്ര വരെ എത്തി, എന്തൊക്കെ പ്രിപ്പയറിലാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ഓരോന്നായിട്ട് നോക്കാം നമുക്ക്. അതിന് മുന്നേ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ട്രിവാൻഡ്രം സ്റ്റൈൽ അല്ലെങ്കിൽ കൊല്ലം സ്റ്റൈലുള്ള ഒരു സദ്യയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ്, സുബിച്ചൻ കൊല്ലത്തു നിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ ചാനലിൻ്റെ പേര് തന്നെ ലേസ് ആൻഡ് ബോളി എന്നുള്ളത്. കാരണം ലേസിൻ്റെ പേരിൽ പ്രശസ്തമാണല്ലോ കൊല്ലം, പിന്നെ ബോളിയുടെ പേരിൽ പ്രശസ്തമാണ് ട്രിവാൻഡ്രം. അതുകൊണ്ടാണ് ഞങ്ങൾ ലേസ് ആൻഡ് ബോളി എന്ന് ചാനലിന് തന്നെ പേര് വെച്ചത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ട്രിവാൻഡ്രത്തിൻ്റെ സദ്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഓർഡറുണ്ട്. ഞങ്ങൾ ആ ഓർഡർ അനുസരിച്ചിട്ടാണ് സദ്യ വിളമ്പുന്നത് തന്നെ. അപ്പോൾ ആദ്യം ഇഞ്ചി, നാരങ്ങ, മാങ്ങ അങ്ങനെയുള്ളൊരു ഓർഡറിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചിക്ക് ഞാനിവിടെ വീട്ടിൽ ഇഞ്ചിക്കറി ഉണ്ടാക്കാനാണ് നോക്കുന്നത്. കാരണം വെച്ചാൽ ഞാൻ ഇഞ്ചിക്കറി അല്ലാണ്ട് മേടിക്കാൻ വേണ്ടി പുളി ഇഞ്ചി നോക്കിയിട്ട് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ടായിരുന്നു, കടയിൽ നിന്ന് മേടിക്കുക. ഇത്തവണ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇഞ്ചി മേടിച്ചു. അപ്പോൾ പുളിയിഞ്ചി ഞങ്ങളുടെ ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള പുളിയിഞ്ചിയാണ്, ഇഞ്ചിക്കറി എന്നാണ് ഞങ്ങൾ പറയാറ്. അപ്പോൾ നമ്മുടെ മറ്റേ കൊത്തി അരിഞ്ഞിട്ടുള്ള പരിപാടിയല്ല, ഇതിങ്ങനെ വറുത്തെടുത്ത് അരച്ചെടുക്കുന്ന പരിപാടിയാണ്. ഡിഫറൻസ് ഉണ്ടോ? ഉണ്ട്. കാരണം ഇഞ്ചി പുളി എന്ന് പറഞ്ഞാൽ അരിഞ്ഞിട്ട് കുഞ്ഞുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വറുത്ത് അങ്ങനെ ഒരു സംഭവമാണ്. പക്ഷേ ഈ നമ്മുടെ ഇഞ്ചിക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രത്ത് ഉണ്ടാക്കുന്നത് ഞങ്ങളിങ്ങനെ ഇഞ്ചി അരിഞ്ഞിട്ട് വറുത്തെടുത്തിട്ട് അതിനെ മിക്സിയിലിട്ട് അടിച്ചിട്ട് അങ്ങനെ ഒരു സംഭവമാണ്. അതിവിടെ പിന്നെ ഇത് നമ്മുടെ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ്, നമ്മുടെ ഈ മറ്റേ എന്താ പറയുക, പാച്ചിപ്പരിപ്പ് എന്ന് പറയുന്നത് അത്. ഇതിപ്പോൾ മറ്റേ ഈ അവസ്ഥയാണ് കേട്ടോ, മണിച്ചിത്രത്താഴിൽ നാഗവല്ലിയിലെ ആ ഒരു കണ്ട ഇത് കണ്ട നല്ല അവസ്ഥയാണ്. പിന്നെ തേങ്ങ ഞാൻ ചിരകിയത് മേടിച്ചു. കാരണം ഇവിടെ ചിരകാന്ന് പറഞ്ഞ സാധനം ഞാൻ മേടിച്ചില്ല, അതുകൊണ്ട് ഞാൻ ചിരകിയ തേങ്ങ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാരങ്ങാച്ചാർ, മാങ്ങാച്ചാർ ഓൾറെഡി ഇവിടെ ഇരിപ്പുണ്ട്. സുബിച്ചൻ പറഞ്ഞു നമുക്ക് വേറൊരു മാങ്ങാച്ചാറും കൂടെ വാങ്ങാമെന്ന്. പക്ഷേ ഇരിക്കുന്നത് അവസാനം പൂപ്പ് വന്ന് പോകുമായിട്ട് ഞാൻ മേടിച്ചില്ല. ഓൾറെഡി ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ. അല്ല, ഞാൻ വിചാരിച്ചത് പുറത്തിറങ്ങുവാണെങ്കിൽ വേറൊരു കമ്പനിയാണ്. അറിയാം അമ്മാസിൻ്റെ അല്ലേ അത്. പക്ഷെ ഞാൻ വിചാരിച്ചു അമ്മാസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന മാങ്ങാച്ചാർ ചിലവാകില്ല, അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനിത് അത് വാങ്ങാത്തെ. പിന്നെ ഇത് ഇൻസ്റ്റൻറ്റ് സദ്യ നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ പാലട മിക്സാണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാരണം വേറെയും പാലട മിക്സൊക്കെ ഉണ്ടെങ്കിലും ഇതിന് വേവ് കുറവാണ്, അതുകൊണ്ട് എളുപ്പമായിരിക്കും ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. പിന്നെ അവിയലിന് ഒരു കോമഡി വെച്ചാൽ ഞാൻ സാമ്പാറിൻ്റെ മിക്സ്, കഴിഞ്ഞ വർഷം സാമ്പാറിൻ്റെ മിക്സ് നമുക്ക് കിട്ടിയായിരുന്നു സെപ്റ്റോയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ സാമ്പാറിൻ്റെ മിക്സ് മേടിച്ചു. ഇന്ന് ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് സാമ്പാറിൻ്റെ മിക്സ് ടൈപ്പ് ചെയ്തപ്പോൾ അവിയലിൻ്റെ മിക്സും ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ അരിയണ്ട, ഒന്നും വേണ്ട, കട്ട് ചെയ്തും കിട്ടുമല്ലോ, അതിങ്ങ് വെച്ച് ഒപ്പിക്കാമല്ലോ. അതാണ്. പിന്നെ ഉള്ളി എല്ലാത്തിനും വേണമല്ലോ. ഇവിടെ കുറച്ച് ദിവസമായി വീട്ടിൽ അരി വേവിച്ചിട്ട്, കാരണം ഞാൻ കുറച്ച് ബിസിയായിരുന്നു ജോലി. പിന്നെ ഇത്
പംകിനാണ്, പംകിൻ കട്ട് പീസസ് ആണ്. എല്ലാം മടിയായതുകൊണ്ട് ഞാൻ എല്ലാം കട്ട് ചെയ്തതാണ് വാങ്ങിച്ചിട്ടുള്ളത്. വെള്ളരിക്ക ഒരെണ്ണം കിട്ടിയുള്ളൂ. വെള്ളരിക്ക ഒരു മറ്റേ നമ്മുടെ കണി വെള്ളരിക്ക സാധനമില്ല, നമ്മുടെ മറ്റേ വലിയ വെള്ളരിക്ക, മാംഗ്ലൂർ വെള്ളരിക്ക എന്നാണ് എവിടെ പറയുന്നത്. അത് കിട്ടിയില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. കാരണം ഇപ്പോൾ ഓണം സീസണാണ്, ഇവിടെ മലയാളിയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഓർഡർ ചെയ്ത് തീർത്ത് കളഞ്ഞു, അതുകൊണ്ടില്ല. പിന്നെ ക്യാരറ്റ്, ഇത് നമ്മുടെ ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓലൻ ഉണ്ടാക്കാൻ വേണ്ടി ഇത് വേണമായിട്ട് എന്തായാലും തേങ്ങാപ്പാൽ വേണമല്ലോ. തേങ്ങാപ്പാൽ മേടിച്ചു, അത് ഞാൻ പണിയെടുക്കില്ല, എല്ലാം ഈസി പണിയിൽ നമ്മൾ ഉറപ്പിക്കും. പക്ഷെ ഇതെല്ലാം കൂടെ ഞാൻ മേടിച്ചിട്ട് ഞങ്ങൾക്കൊരു സദ്യവട്ടത്തിനുള്ള ഏകദേശ സാധനങ്ങളൊക്കെ ആയി. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമ്മൾ മസാലപ്പൊടിയൊക്കെ വീട്ടിൽ തന്നെ ഓൾറെഡി ഉണ്ടല്ലോ, സാമ്പാർ പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ കറിവേപ്പില വീട്ടിലുണ്ട്, അതുകൊണ്ട് കറിവേപ്പില മേടിച്ചില്ല. പക്ഷേ കൊത്തമല്ലി മേടിച്ചായിരുന്നു. അതുകൊണ്ട് അതെല്ലാം ഓൾമോസ്റ്റ് ആയി. ഇനി എനിക്ക് പഴം മേടിക്കാണ്ട്, പൂക്കളിടാൻ വേണ്ടിയിട്ട് പൂ മേടിക്കണം, വാഴയില മെയിൻ ഐറ്റം, വാഴയില മേടിക്കണം. അപ്പം പിന്നെ ഇന്ന് രാത്രി കുറച്ച് പണിയുണ്ട്, ഇഞ്ചി കറിയുടെ ഒക്കെ പണിയൊക്കെ കുറച്ചുണ്ട് ഇന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിയലിൻ്റെ വീഡിയോ ഇടാന്ന്. അത് ഓണത്തിൻ്റെ വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ അവിയലിൻ്റെ വീഡിയോ കൂടെ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വിളമ്പി ഉണ്ണുന്നതൊക്കെ നമുക്കൊന്ന് കാണാൻ സമയത്ത്. പിന്നെ ഓണക്കോടിയുടെ പർച്ചേസൊക്കെ കഴിഞ്ഞു. ഓണക്കോടി ഞാൻ നാളെ തിരുവോണത്തിൻ്റെത് ഞാൻ ഓണക്കോടി ഇടും. ഇത് ഓണക്കോടിയല്ല കേട്ടോ, ഇത് പഴയതാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഓണം വീഡിയോ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടത്. എന്നിട്ട് തൈര് 2 കവർ മേടിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ കിച്ചടിക്കും വേണം. അതായത് ഞാൻ കിച്ചടി വയ്ക്കുമ്പോൾ എനിക്ക് ആ രസമാണ് ഈ കളർ കാണാനായിട്ട്, പിങ്ക്, മഞ്ഞ, വെള്ള എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ബീട്രൂട്ട് കിച്ചടി ആ പിങ്ക് കളറിന് വേണ്ടി വയ്ക്കും. ക്യാരറ്റ് മേടിച്ചത് അതിനാണ്, ക്യാരറ്റ് കിച്ചടി ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് വയ്ക്കും. വെള്ള കളറിന് വേണ്ടി ഇഞ്ചി കിച്ചടി വയ്ക്കും ഞാൻ. അപ്പോൾ എല്ലാത്തിനും തേവ് വേണം. പിന്നെ പുളിശ്ശേരി ഉണ്ടാക്കണം, അവിയലിലൊഴിക്കണം, അങ്ങനെയൊക്കെ ആയിട്ടാണ് 2 പാക്കറ്റ് തൈര് മേടിച്ചത്. അപ്പോൾ ഇത്രയും കൂടെ പർച്ചേസായി. ഓൾമോസ്റ്റ് എല്ലാം കൂടെ 1200 രൂപയ്ക്ക് എല്ലാ സെറ്റ്. അപ്പം എളുപ്പമായി. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കടയിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കടയിൽ പോയി കഴിഞ്ഞുള്ള പ്രശ്നം എന്താ അറിയാമോ, കടയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഇതൊക്കെ തൊട്ട് ഞങ്ങളെല്ലാം ഉള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ മേടിക്കും. അങ്ങനെ മേടിച്ച് കഴിയുമ്പോൾ അങ്ങനെ നിൽക്കത്തില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾ പോയിട്ട് ഇവിടെ ഒരു കടയിൽ പോയിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ പായസം ഉണ്ടല്ലോ, റെഡിമെയ്ഡ് പായസം ഉണ്ടായിരുന്നു. റെഡിമെയ്ഡ് പായസം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളത് മേടിച്ചു. എനിക്ക് 3 ദിവസമാണ് 2 പേരും വയറിളക്കി കിടന്നത്. അതുകൊണ്ട് ആ ഒരു റിസ്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞങ്ങൾ ഇതെടുത്തു. അപ്പോൾ എല്ലാം കൂടെ ഈ ഒരു ഇതിൽ ഒതുങ്ങി. പക്ഷെ കഴിഞ്ഞ തവണ പോയിട്ട് വലിയ കാര്യത്തിനൊന്നും മേടിച്ചില്ലെങ്കിലും 10,000 രൂപ ചിലവായിരുന്നു. എന്തിനാണ് ചിലവായത്, എന്താണോ മേടിച്ചതെന്ന് എനിക്കൊരു പിടിയില്ല. പക്ഷെ ഇത്തവണ എല്ലാം കൂടെ 1500 രൂപയ്ക്കായി. അപ്പോൾ ബാക്കി പ്രിപ്പറേഷനും അതും ഇതും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.